Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഓരോ വീഡിയോയിലും ഒരു റെസിപ്പിയാണല്ലേ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. നമ്മൾ ഫുൾ ലഞ്ച് വ്ളോഗാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മീൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം കറി വെക്കാനുള്ള മീനാണ്. അപ്പോൾ ഞാനിന്ന് അയില വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അയില തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മീൻ കറി റെഡിയാക്കി എടുക്കാം. 1/2 കിലോ അയിലേന് കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊരിക്കാനുള്ള മീനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊരിക്കാനുള്ള മീനിൽ മസാല തേച്ച് വെക്കാം കേട്ടോ. കറി ഉപ്പേരിയൊക്കെ ബാക്കി ഐറ്റംസൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് മീനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ആദ്യം തന്നെ മീൻ പൊരിക്കാനുള്ള മസാല എങ്ങനെ റെഡിയാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും 6 അല്ലി ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മീനിൽ തേക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിനി മീൻ കറി റെഡിയാക്കാം. അപ്പോൾ മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, ഒരു തക്കാളി, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത സവാള തീരെ ചെറുതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ 2 എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1 എടുത്താൽ മതി. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ തക്കാളി നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. തക്കാളി കട്ട് ചെയ്ത് അങ്ങനെയല്ല കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് പുളി നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. പിന്നെ സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിലിപ്പം വലിയ ജീരകം ഞാനങ്ങനെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയല്ല വലിയ ജീരകം അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉലുവൻ്റെ കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർക്കണില്ല. അപ്പോൾ ഉലുവയൊക്കെ മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനെടുത്ത സവാള തീരെ ചെറുതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പം മീഡിയം സൈസിലുള്ളൊരു സവാളയൊക്കെ എടുക്കുകയാണെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ച് വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കറിയിൽ ആ ഒരു വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാവും ഒന്നുകൂടെ നല്ലത്. കട്ട് ചെയ്തിടുമ്പോൾ കറിയിൽ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുകയല്ലേ ചെയ്യുക. അപ്പം ഇതേപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പം കറി നമുക്ക് നന്നായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മസാലപ്പൊടികൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടികളൊക്കെ ഒന്ന് മൂത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ചൂടായിരിക്കണം മൺചട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടികളൊക്കെ മൂത്ത് റെഡിയായി കിട്ടും. ഇനിയിപ്പം നമുക്കിതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ച് വെക്കാം. അപ്പം ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് സോക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറി കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറിയിൽ ആ ഒരു പുളിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന കറിക്ക് നമ്മളെപ്പോഴും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാവും നല്ലത്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ലൂസാക്കിയാൽ നമ്മൾ മീൻ കറി അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കറി കുറച്ച് സമയമായിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മീൻ കറി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ചിട്ടും
പച്ചമുളക് കൊടുക്കുക. ഇപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള വഴുതനങ്ങയൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പം നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത സമയത്തൊക്കെ മീൻകറി നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഇത് എന്തായി എന്നുള്ളതൊന്ന് നോക്കാം. കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് അങ്ങനെ ഇളക്കിയാൽ ചിലപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഞാനിപ്പം നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറിൻ്റെ റെസിപ്പീസ് കുറേ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ളതും തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിൻ്റെയും റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ മീൻകറി നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി വഴുതനങ്ങ ഉപ്പേരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി മാറ്റിയ വഴുതനങ്ങയിലേക്ക് പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളെടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 പച്ചമുളക് ഇതേപോലെ ഒന്ന് 2ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വഴുതനങ്ങ ഇപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് കാണുന്ന അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെന്ത് വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം ഉപ്പും മുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. വഴുതനങ്ങ വെന്ത് വരാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. വഴുതനങ്ങ വേവാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വഴുതനങ്ങ വേവിക്കണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താലേ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ വഴുതനങ്ങ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പം ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള ചേർത്താലും നമ്മൾ തൂമിക്കുമ്പോഴൊന്നും സവാള ചേർത്താൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും അടച്ചിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ അതാ നമ്മൾ മീൻ കറിയും ഉപ്പേരിയൊക്കെ ആക്കിയ സമയത്ത് മീൻ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കണില്ല കേട്ടോ. കുറേ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ തേച്ച മസാലയൊക്കെ എണ്ണയിൽ അങ്ങോട്ട് ഇതാവും. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ കറിവേപ്പില ഇതേപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കിയപ്പം കറിവേപ്പില ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതേപോലെ ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആയി വരുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താ എല്ലാ കഷ്ണങ്ങളും മാറ്റിയിട്ട് പിന്നെ ആ പാനിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മീനൊക്കെ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. മീൻ കറി റെഡിയായി, മീൻ ഫ്രൈ റെഡിയായി, വഴുതനങ്ങ വെച്ചിട്ടുള്ള ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാറില്ലാതെ ലഞ്ച് കംപ്ലീറ്റ് ആവില്ല അല്ലേ. അപ്പോൾ അതാ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.